പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസന് എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസന് സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ ഒരു സ്ഥലത്ത് എത്തി ഇന്ന കാര്യം കൂടി നടന്നാൽ അത് ശരിയാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അത് അടക്കുന്നതിന് വേണ്ടി ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് മാതാവിൻ്റെ മധ്യസ്ഥനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, കേസിലും കോടതിയിലും പെട്ടിരിക്കുന്നവര്, എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവര്, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം
നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. തെസ്സലോനിയ സഭയിലെ വിശ്വാസ വളർച്ച ഉണ്ടായ കാര്യം പറയണേ. ഇപ്പൊ അവര് സഹോദര സ്നേഹം വർദ്ധിച്ചവരില്ലേ? അപ്പൊ പൗലോസ് അപ്പോസ്തലൻ സഹോദര സ്നേഹം വർദ്ധിച്ചെന്നല്ല പറയണത്. പത്രോസ് ഇന്നലെ പറഞ്ഞില്ലേ, വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സുഹൃതത്തെ, ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ, ആത്മസമയം കൊണ്ട് ആത്മസമയത്തെ, ക്ഷമ കൊണ്ട് ക്ഷമയെ, നന്മ കൊണ്ടും ക്ഷമയെ, സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും പരിപൂർണമാക്കാൻ പറയുന്ന കൂട്ടത്തിലുള്ള സഹോദര സ്നേഹം ഉപവിക്ക് മുമ്പുള്ളതാണ്. അതാണ് ഈ പൗലോസ് പറയണത്. വിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് പറയും, വിശ്വാസം സമൃദ്ധമായി വളർന്നുകൊണ്ട് പരസ്പര സ്നേഹം അപ്പോൾ അവർക്ക് പരസ്പര സ്നേഹം വർദ്ധിച്ചു. അതിന് പൗലോസ് അപ്പോസ്തലൻ സ്നേഹം വർദ്ധിച്ചെന്നല്ല പറയണത്, വിശ്വാസം വർദ്ധിച്ചെന്നാണ് പറയണത്. അപ്പം വിശ്വാസ വർധനവ് എന്ന് പറയണത് എൻ്റെ സംസ്കരിക്കപ്പെട്ട സമൃദ്ധമായ രൂപങ്ങളിലൊന്നാണ് പരസ്പര സ്നേഹം എന്ന് പറയുന്നത്. പലരും പരസ്പര സ്നേഹം ഉണ്ടായിട്ട് അവസാനം തല്ലിയാണ് പിരിയണത്. ഒരു കാലത്ത് നഖവും മാംസം പോലെ ഒരേ പാത്രത്തിൽ ഊണ് കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കോടതിയിൽ പോയി നിരങ്ങണ കണ്ടിട്ടില്ലേ? അതായത് എന്ത് സ്നേഹമായാലും ഈ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര അപൂർണതയാണ്. കാര്യം നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ അസസ് ചെയ്യും. ഞാൻ ആശുപത്രിയിൽ പോയി നിന്നായിരുന്നല്ല, പക്ഷേ ഞാൻ രോഗിയായിരുന്നപ്പോൾ അവർ വന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ല, അവരൊന്ന് കൂട്ടുകാരോട് പിക്കിങ്ങിന് പോയില്ലേ, പിന്നെ പോയമാരോട്ട് നമ്മൾ എന്ത് നോക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴായാലും പുതിയ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യമാണ്. എല്ലാം മനഃപൂർവ്വം ചെയ്യണമായിരിക്കത്തില്ല. അപ്പോൾ എന്താ ചെയ്തപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ഗുണവും ദോഷവും പറയാൻ പോയാൽ ആരെയും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ അതൊക്കെ എടുക്കുന്നത്. കാര്യം എന്താണ്? അപ്പോൾ റിട്ടേൺസ് നമ്മൾ അധികം പ്രതീക്ഷിക്കത്തില്ല. പരസ്പരം സ്നേഹമുണ്ട്, പക്ഷേ തിരിച്ച് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ബൈബിൾ അതിനെ സ്നേഹമെന്ന് വിളിക്കുന്നത്. അല്ലാത്തൊക്കെ ചുമ്മാ നീക്കുപോക്കും അഡ്ജസ്റ്റ്മെൻറ്റും. അതില്ലെങ്കിൽ മറ്റുള്ളതെല്ലാം കള്ളത്തരമാണെന്നാണ് അദ്ദേഹം ബ്രാൻഡ് ചെയ്യണത്. വളരെ തന്ത്രപൂർവ്വമാണ് അത് ആ സാധനം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കേട്ട് സുഖിക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അത് കേട്ട്
അതാണ് സത്യം എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ സാത്താൻ വളരെ തന്ത്രപരമായിട്ടാണ് സഭയിൽ തന്നെ നുഴഞ്ഞു കയറിയതിന് ശേഷം ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടം പരിശീലിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോഴാണ് ജെയിനിയുടെ സാക്ഷ്യം വന്നത് ഇവിടെ. ഇത് ഞാൻ കേട്ട് ഇതിനൊരു മറുപടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയിനി വന്ന് സാക്ഷ്യം പറയണത്. അപ്പോൾ ജെയിനി ഒരു യാക്കോബി ലേഡിയാണ്, പക്ഷെ നല്ല പാരമ്പര്യമുള്ള ചൈതന്യമുള്ള വിശ്വാസിയാണ്. അത് അവർ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരുവിധം ദൈവമായിട്ട് റിലേഷൻസ് ഉള്ള ആളാണ്. അപ്പോൾ എങ്കിലും ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം അവർ പറയണത് എനിക്കിത് അവരുടെ മകന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഓട്ടിസം പോലെയുള്ള തന്നെ സംഭവം. ഏതെങ്കിലും സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ അവൻ ഓടി നടക്കും, അവിടെ ഇവിടെയൊക്കെ കയറി നടക്കും, പിന്നെ പിള്ളേരെ ഉപദ്രവിക്കും. എപ്പോഴും അവന് സ്പെഷ്യൽ സ്കൂളിലേക്ക് അവനെ കൊണ്ടുപോകേണ്ടി വരും, എപ്പോഴും കംപ്ലൈൻറ്റ് വരും. നമുക്ക് തന്നെ ഇപ്പോഴത്തെ പിള്ളേരോട് അവരെ കണ്ടിട്ടില്ലേ, അവിടെ നിൽക്കത്തില്ല, അവർ ഓടി നടക്കും. അവർക്ക് എന്താണ് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയും കിട്ടത്തില്ല. അത് ഭയങ്കര സങ്കടകരമായ ഒരു ഓട്ടിസം രോഗി ഉണ്ടെങ്കിൽ ഒരു മാതാപിതാക്കന്മാർക്ക് പെട്ടെന്ന് വിശുദ്ധരാകാൻ പറ്റും. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ഒരു ഓട്ടിസം രോഗി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർക്ക് അല്പം ശ്രദ്ധിച്ചാൽ, ഇപ്പം ഇന്ന് 7-ാം തീയതി, ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം 7-ാം തീയതി, ഇന്ന് കാർലോ അക്യൂറ്റസിനെ പരിശുദ്ധ പിതാവ് ദിവ്യകാരുണ്യ മധ്യസ്ഥനായിട്ട് ഇന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. ഒന്ന് കൈയടിച്ച് അക്യൂറ്റസിൻ്റെ 15 വയസ്സേ ഉള്ള ആളിനെ, 15 വയസ്സേ ഉള്ളു. മിലാനാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം ആ 15 വയസ്സുള്ള സമയത്ത് തന്നെ ആളിനെ നല്ല ആദ്യമേ തന്നെ ദിവ്യകാരുണ്യത്തോട് ഭയങ്കര ആഭിമുഖ്യമാണ്. ദിവ്യകാരുണ്യത്തോട് അപ്പം നമ്മൾ ഈ ദിവ്യകാരുണ്യത്തോട് പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് സാധ്യമാണ്. വളരെ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് സാധ്യമാണ്. പിന്നെ ഒരു അദമ്യമായ അഭിഷേക ദൈവോന്മുഖ മിസ്റ്റേരിയം ട്രാൻഷൻ എന്ന് പറഞ്ഞ ദൈവത്തിനടുത്ത ഭയം തോന്നിപ്പിക്കുന്ന റിലേഷൻസ് നമുക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ വളരെ അഭിഷേകസിദ്ധമായിട്ടൊരു ആരാധനാപൂർവമായ സാക്ഷ്യവും ഒരു ലവ് ദൈവസ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും സ്പർശ്യമായ ഒരു മൗന മനന ധ്യാനത്തിനും കണ്ടംപ്ലേഷനും ഒക്കെ ദിവ്യകാരുണ്യം വല്ലാത്ത സാധ്യതകളാണ് ആരാധന ലോകത്തുണ്ടാക്കിയത്. അപ്പോൾ അക്യൂറ്റസിന് ഈ ആരാധനയോട് ഭയങ്കര കമ്പമാണ് ദിവ്യകാരുണ്യം. അക്യൂറ്റസിൻ്റെ ഹോബി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തന്നെത്താൻ ഉണ്ടാക്കിയതാണ്. കമ്പ്യൂട്ടർ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അക്യൂറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞെന്താണെന്നറിയാമോ? നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധനാണെന്നാണ്. കൈയടിക്കടെ. ഒരു കാലം ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് നല്ല വിശുദ്ധന്മാരെ കൂടി കിട്ടുകയാണ്. ആ കാലത്തിന് പറ്റിയ വിശുദ്ധന്മാരെ കിട്ടുകയാണ്. അപ്പോൾ എന്താണ് വിഷയം വെച്ചാൽ അക്യൂറ്റസ് എപ്പോഴും ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കും, എപ്പോഴും ആലോചിക്കും. എന്നിട്ട് ദിവ്യകാരുണ്യത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം കളക്ട് ചെയ്യും. ലോകത്തെവിടെയെല്ലാം 100, 104, 128 അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ. ദിവ്യകാരുണ്യം ബ്ലഡായിട്ട് മാറണതും ദിവ്യകാരുണ്യം മാംസമായിട്ട് മാറണതും അങ്ങനെ ഓരോരോ കാലത്ത് ഞാൻ തന്നെ എനിക്ക് ഇവിടെ 2-3 ദിവ്യകാരുണ്യ അനുഭവങ്ങളുണ്ടായി. അതായത് ഞാനൊരു വാടക്കേ പള്ളിയിലിരിക്കുന്ന കാലത്ത്, അത് 2003 കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ കൃപാസന ധ്യാനത്തിൽ എപ്പോഴും ദിവ്യകാരുണ്യം ഉണ്ടാകുമല്ലോ, എനിക്കറിയാമല്ലോ. ദിവ്യകാരുണ്യം ഇല്ലാത്തൊരു ആരാധനയും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചേടത്തി, ഞാനൊരു സ്ഥലത്ത് ഒരു കുരിശ് പേരെ വെഞ്ചരിക്കാൻ പോയി. ലതീഞ്ഞ നടത്താൻ പോയി. ലിറ്റനി ഇല്ലേ, നമ്മൾ കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന ലിറ്റനി, ലിറ്ററജിക്കൽ രൂപമാണത്. അത് പാടി പ്രാർത്ഥിച്ച് ധൂപിച്ച് പ്രത്യേക പ്രാർത്ഥനയിൽ
നമ്മുടെ ജോമാരുടെ ഭാഗമായിട്ട് ആൾക്കാർ ആഘോഷമായിട്ട് നടത്തുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ ഞാൻ ലിറ്ററിന് നടത്താൻ വേണ്ടി ചെന്നപ്പോൾ അപ്പോൾ രണ്ട് സഹോദരികൾ വന്ന് എന്നെ കണ്ട് അച്ഛൻ പറഞ്ഞ് ലിറ്ററി കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇങ്ങനെ പോരാൻ വേണ്ടി പള്ളിയിലോട്ട് പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ രണ്ട് സഹോദരി വന്നിച്ചും പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ അമ്മ കിടപ്പായിപ്പോയി അച്ഛൻ അറിഞ്ഞാന്ന് ചോദിച്ച്. അച്ഛൻ്റെ അമ്മ കിടപ്പായിപ്പോയി അച്ഛൻ അറിഞ്ഞാന്ന് ചോദിച്ച്. അപ്പോൾ എനിക്കാണെങ്കിൽ ആരെയാണ് ഉദ്ദേശിക്കണമെന്ന് പിടിയില്ല. ഞാനെല്ലാം അമ്മച്ചിന്നാണ് എല്ലാവരെയും വിളിക്കണത്, പ്രായമുള്ളവരെല്ലാവരെയും. അപ്പോൾ ആരെയും ഉദ്ദേശിക്കണമെന്ന് അപ്പോൾ ഞാനത് അവരോട് ഞാൻ അറിയത്തില്ലെന്ന് പറയണത് അവർക്കൊരു ക്ഷീണമല്ലേ. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവരുടെ കൂടെ പോയി, അവിടെ വീട്ടിലോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ ഒരു വലിയ, അതായത് ഞാൻ എപ്പോഴും കുർബാന കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാ കുർബാനയും കഴിഞ്ഞിട്ട് കുർബാന കഴിയുമ്പോൾ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇരിക്കണ ഒരു ചെയർ അവിടെ ഉണ്ട്, ഒരു തൂണുണ്ട് ആൾത്താരുടെ വാതിക്കലുള്ള തൂണിൻ്റെ അടുത്ത് ഒരു കസേര ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിരിക്കാൻ വേണ്ടി അവിടെ. അപ്പോൾ ഞാൻ കുർബാന കഴിയുമ്പോൾ അവിടെ പോയി ഇരിക്കും. അപ്പോൾ ഈ അമ്മച്ചി അവിടെ ഉണ്ടാവും. അപ്പോൾ അമ്മച്ചി അവിടെ ഉണ്ട്. അമ്മച്ചിയെ കസേരയുടെ അരിയിലാണ് മുട്ടുകുത്തുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ അമ്മച്ചിയോട് വല്ല കുശലമൊക്കെ ചോദിക്കും, വീട്ടിലെ വിശേഷമൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മച്ചി എന്നെ മകനായിട്ടാണ് കണ്ടിരിക്കുക, വീട്ടിൽ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ആൾ പെട്ടെന്ന് പ്രഷർ അടിച്ച് വീണുപോയി. ആളെ 70 വയസ്സുണ്ടേ. നടന്ന് കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും വരും. കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ 5:30 പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവും അവിടെ. അതേത് മഴയായാലും ശരി, ഏത് മഴയായാലും എന്ത് മഞ്ഞായാലും ശരി, 5:30 ഞാൻ പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവും അവിടെ. അവർ ഒറ്റക്കാണെങ്കിലും വീട്ടിൽ നിന്ന് കുറച്ച് അവിടെ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് നടന്ന് പോരണേ കുറേ പോരണമേ, പട്ടികൊക്കെ പിടിക്കും മിക്കവാറും ഉച്ചയ്ക്ക് വെളുപ്പിനൊക്കെ ആണെങ്കിൽ. എങ്കിലും അവർ ആ സമയത്തുണ്ടാവും. അപ്പോഴും എനിക്കത് ഭയങ്കര വിഷമമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഇവരെ ഈ ദിവസം കാണാത്തൊന്നും ഞാൻ പല തിരക്കിപ്പെട്ടത് കാരണം അവർ വന്നോ പോയോ ഒന്നും ഞാൻ അറിയണില്ലല്ലോ. ആളെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പം ഞാനെന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടനെ പറഞ്ഞ് കുർബാന കൊടുക്കാൻ പറ്റുമോ അച്ഛന്ന് അവർ പിള്ളേരോട് ചോദിച്ചു. മരുമക്കളാണ്. അപ്പോൾ കുർബാന കൊടുക്കാൻ പറ്റാന്നില്ല. അവർക്ക് ആളിന് വലിയ ബോധമില്ല, വലിയ ബോധമില്ല, ബോധമേ ഇല്ല. അതാണ് കാര്യം. പ്രഷർ അടിച്ചിട്ട് ഈ ഭക്ഷണമൊക്കെ ട്യൂബിലൂടെയാണ് കൊടുക്കണതേ. അപ്പോൾ ആളിന് ബോധമേ ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പേര് രഞ്ജിനി. ഞാൻ കൊല്ലം ജില്ലയിലെ ശൂരനാട് നിന്ന് വരുന്നു. ഞാൻ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നു. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ ആൾത്താരിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുന്നത്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ജോലിയുടെ കാര്യത്തിനായിരുന്നു. അത് ഞാൻ 2019 മാർച്ച് മാസം 25-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാനൊരു PSC ലിസ്റ്റിലുണ്ടായിരുന്നു, LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ. അന്ന് ആ ജോലിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. പിന്നീട് എനിക്ക് എക്സാം എഴുതാനുള്ള പ്രായപരിധി കഴിഞ്ഞായിരുന്നു. ആ ലാസ്റ്റ് സമയത്ത് എഴുതിയ എക്സാമാണ്. അപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പം അത് പിന്നീട് കൊറോണയും സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് നിയമനം തീരെ കുറവായിരുന്നു. എൻ്റെ റാങ്ക് 825 അപ്പം അത് നിയമനങ്ങളങ്ങ് തീരെ കുറവായതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. പക്ഷേ എങ്കിലും പിന്നെ ഇവിടെ കൊറോണ ആയപ്പോൾ ഈ കൃപാസനം അടച്ചിട്ട് നമുക്കിങ്ങനെ വരാനൊന്നും പറ്റിയില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞങ്ങൾ പറ്റുന്ന എല്ലാ സമയത്തും എല്ലാ മാസവും വന്നിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കൊറോണ ആയപ്പോൾ അടച്ചപ്പോൾ പിന്നെ വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ 2021 ഒക്ടോബർ മാസത്തിലാണ് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കുന്നത്. അപ്പോൾ അച്ഛനെ കണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു. അച്ഛനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു, അച്ഛാ എനിക്ക് ലാസ്റ്റ് ചാൻസായി, ഈ ലിസ്റ്റ് തീരാറായി, ഇപ്പോൾ ഈ നിയമനം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നം തീരുവാണ്. അച്ഛൻ പറഞ്ഞ് സാരമില്ല, നിനക്ക് ഈ ജോലി കിട്ടും, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2022 ജനുവരി 20-ാം തീയതി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ലഭിച്ചു. ഞാൻ ഇവിടെ വന്ന് അതിനെപ്പറ്റി സാക്ഷ്യം പറഞ്ഞു. പിന്നീട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ്. അന്ന് തൊട്ടിന്ന് വരെയും എല്ലാ ദിവസവും രാവിലെ 5:30 പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വൈകുന്നേരമുള്ള പ്രാർത്ഥന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല.
പിന്നെ ഇപ്പം ഞാൻ പറയാൻ വന്നത്, വേറെ ഒരു ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. പിന്നെ 2019 അതിൽ റിട്ടയർഡായിട്ട് ഇപ്പോൾ റെയിൽവേയിൽ ജോലിയാണ്. അതുമല്ല അമ്മ തന്ന അനുഗ്രഹമാണെല്ലാം. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കട നടത്തുന്ന ഒരു സ്ത്രീ വന്ന് എന്നോട് ഒരു 2 ലക്ഷം രൂപ ചോദിച്ചു. അപ്പം ഹസ്ബൻഡ് എന്നോട് ചോദിച്ചെടി പൈസ കൊടുക്കണം, നമുക്ക് അവരെ പറ്റി ഒന്നും അറിയത്തില്ല, അവരുടെ വീട് ദൂരെയാണ്, വീടിൻ്റെ അടുത്ത് കട നടത്തുന്നു എന്നേ ഉള്ളൂ. അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എന്നാൽ അവരൊറ്റയ്ക്ക് കുടുംബം നോക്കുന്നതല്ലയോ, എന്തായാലും കൊടുക്കാം, നമുക്ക് അവരെന്തായാലും തരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്ത് ഡിസംബർ മാസത്തിൽ തരാമെന്ന് പറഞ്ഞ് പൈസ പിന്നീട് അവരോട് ചോദിക്കുമ്പോഴൊക്കെ അവർ ഒന്ന് ഫോൺ എടുക്കത്തില്ല. ഞങ്ങളാണെങ്കിൽ രാവിലെ 2 പേരും ജോലിക്ക് പോകും. അങ്ങനെ ചോദിക്കുമ്പോഴൊന്നും ഇവർ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. പിന്നെ അവരുടെ വീട്ടിൽ പോയി 2-3 തവണ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പൈസ തരാം. അവർക്കൊരു ഇരുനില വീടൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞ് എനിക്ക് കുറേ കടമുണ്ട്, ഞാൻ ആ വീട് വിറ്റിട്ട് നിങ്ങളുടെ പൈസ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ ആയപ്പോൾ ഇവർ പിന്നെ ഫോൺ എടുക്കാതെയൊക്കെ ആയപ്പോൾ പിന്നീട് ഇവർ പൈസ തരുന്ന ഒരു ലക്ഷണവും ഇല്ല. അങ്ങനെ ആയപ്പം ഞങ്ങൾ മെയ് മാസത്തിൽ വന്ന് വീണ്ടും ഇവിടെ ഉടമ്പടി എടുത്തു. അമ്മയെടുത്ത് അന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ഉടമ്പടിയിൽ ഞാനിത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ മെയ് മാസത്തിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈ പൈസ വാങ്ങിത്തരണം, ഞങ്ങൾ ഹസ്ബൻഡ് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അമ്മ ഇതങ്ങനെയും അമ്മ വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പം ഇവരുടെ വീട്ടിൽ ഞങ്ങൾ അവരുടെ വീടിൻ്റെ കച്ചവടം എല്ലാം നടന്ന് മൊത്തം പൈസ ഇവരുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് അറിഞ്ഞ് ഞങ്ങളങ്ങനെ പോയി ചെന്നപ്പം ഞാൻ അമ്മയുടെ ഉടമ്പടി കാശ് രൂപ എടുത്തുകൊണ്ടാണ് പോയത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ പൈസ മേടിക്കണം, ഞങ്ങൾക്ക് അല്ലാതുള്ള കഴിവൊന്നുമില്ല, അമ്മ തന്നെ ഇത് മേടിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഇവർ പറഞ്ഞ് ആദ്യം അതിനു മുമ്പ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ 2 കൂടെ പോയപ്പോൾ അവരോട് പൈസയെപ്പറ്റി സംസാരിച്ചപ്പോൾ ഇവർ 500 രൂപ നോട്ട് പത്രത്തിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു പൈസ വാങ്ങിക്കുമ്പോൾ ഞാനിത് വാങ്ങിയെന്നുള്ളതായിട്ട്. അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു ആ പത്രം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന്, പൈസ നിങ്ങൾ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, അത് വെച്ച് നിങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തോ, ഇപ്പം എനിക്ക് പൈസ തരാൻ പറ്റത്തില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് അമ്മയുടെ കാശ് രൂപമായിട്ട് പോയി. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച്, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ച്, അമ്മ ഈ പൈസ വാങ്ങിക്കൊണ്ടേ വരാവുള്ളൂ വീട്ടിലോട്ട് വരുമ്പോൾ. അവിടെ ചെന്നപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ് ഞങ്ങൾ പൈസ അക്കൗണ്ടിൽ ഇട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ പൈസ വന്നിട്ടില്ല. അപ്പോൾ അവർ എന്നാൽ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മയുടെ ആ കാശ് രൂപം കൊണ്ട് പോയതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ അവർ പൈസ അയച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ തന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ചെവിയുടെ ഒരു സൈഡിൽ ഭയങ്കര വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, വരുന്നില്ല, ഞാൻ അമ്മയുടെ ഈ ഉടമ്പടി തൈലം പുരട്ടി അമ്മ മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ആ തൈലം 1 ആഴ്ച പുരട്ടി. അത് പൂർണ്ണമായിട്ടും അസുഖം സുഖപ്പെട്ടു. പിന്നാണെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പം ഒരു ദിവസം ഒരു ചെറിയൊരു സംസാരത്തിൻ്റെ പേരിൽ അമ്മ ഞങ്ങളുടെ അടുത്തുനിന്ന് പിണങ്ങി ചേച്ചിയുടെ വീട്ടിൽ പോയി. അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. അപ്പോൾ എന്നും ഞാൻ അമ്മയെ വിളിക്കും, അമ്മ ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ വരാമെന്ന് മാത്രം പറയും. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അതും കൂടി വെച്ചാണ് പ്രാർത്ഥിച്ചത്, എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ തിരിച്ചു വരണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ 1 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ ഞാൻ വരട്ടെ, അമ്മ ഇങ്ങോട്ട് വരുന്നില്ലയോ? പറഞ്ഞ അമ്മോള് വാ, ഞാൻ വരാമെന്ന് പറഞ്ഞ് അമ്മ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് 2 പേർക്കും നല്ല മാർക്ക് 10ാം ക്ലാസ്സിലും +2-നും തന്ന അമ്മയെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി ബൈജു, ഞങ്ങൾ അങ്കമാലിയിൽ നിന്നും വരുന്നു. ഞാനിവിടെ 2019 ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ ഭർത്താവ്. ഈ കഴിഞ്ഞ ജൂലൈ 21 എൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ചൊരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. പതിവ് പോലെ ആളെന്ന് കാലത്ത് ജോലിക്ക് പോയി വന്നതിന് ശേഷം ആൾക്ക് അതിശക്തമായിട്ടുള്ളൊരു നെഞ്ചുവേദന ഉണ്ടാവുകയും അതേ തുടർന്ന് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ ഉടമ്പടി കാശ് രൂപം ആളുടെ വേദനയുള്ള ഭാഗത്ത് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്നും പോന്നു, വണ്ടി കയറി. അപ്പോൾ ഞങ്ങൾ അപ്പോളയിലേക്കാണ് വണ്ടി വിട്ടത്. പക്ഷേ അപ്പോളയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആൾ പൂർണ്ണമായിട്ട് ബോധം പോവുകയും
ഒരു ചലനവുമില്ലാതെ എൻ്റെ അരികിൽ ആളിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞത്, അമ്മ മാതാവേ, എന്നെ അമ്മ മരുഭൂമിയിലാക്കരുത്. ഞാൻ എൻ്റെ ഭർത്താവിനും ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മയെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എസ്തേർ 13:18 പറയുന്നുണ്ട്, എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു, കാരണം അവർ മരണം മുമ്പിൽ കാണുകയായിരുന്നു എന്ന്. എൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. ഞാൻ മരുഭൂമിയിൽ ആക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ജോസഫച്ചൻ്റെ വാക്കുകൾ തന്നെയാണ്. കാരണം നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ തണൽ മരങ്ങളാണ്. അവരുടെ കീഴിലാണ് നമ്മൾ ജീവിക്കണത്, നമ്മുടെ മക്കൾ നിൽക്കണത്, നമ്മുടെ കുടുംബം നിൽക്കണത്. പക്ഷെ അവരില്ലാതായാൽ നമ്മൾ പിന്നെ മരുഭൂമിയിലാകുന്നൊരവസ്ഥയാണ്. നമുക്ക് എങ്ങും തണൽ മരങ്ങളോ ഇല്ല. അത് അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം. പക്ഷെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആശുപത്രിയിലെത്തി. ആൾ ഒരു ചലനവും ഇല്ലാതെ, ഞാൻ ആളെ ചേർത്ത് പിടിക്കുമ്പോൾ ആളുടെ ശരീരം മൊത്തം തണുത്തിരിക്കുകയായിരുന്നു. ചെന്ന പാടെ അവർ CPR കൊടുത്തു. CPR എത്ര പ്രാവശ്യം കൊടുത്തു എന്നൊന്നും എനിക്കറിയത്തില്ല. ആൾക്ക് ബോധം വന്നു.